ഹായ്, ഇന്നൊരു മിനി ബ്ലോഗാണേ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിവിടെ ഏട്ടന് ചുട്ടിയൊക്കെ ആയിരുന്നു കേട്ടോ. മോന് സ്കൂളൊക്കെ തുറക്കാറായി. അന്നേരം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് പർച്ചേസിങ് ഒക്കെ ഉണ്ട്. കുറേ ഹോളിഡേ വർക്ക് ഇനിയും പെൻഡിങ് ആണ്. അന്നേരം അതൊക്കെ ചെയ്യണമല്ലോ. പിന്നെ അതിൻ്റെ ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അന്നേരം ഞങ്ങൾ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളിവിടെ ചക്കരഭാട്ട ബിലാസ്പൂരാണ്. അന്നേരം ഏട്ടൻ്റെ കൂടെ നേരത്തെ ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലിയായിട്ട് മധ്യപ്രദേശ് ജബൽപൂർ നിന്നപ്പോൾ ഉള്ളൊരു ഫ്രണ്ടുണ്ട്. ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അന്നേരം അവർ തൊട്ടടുത്തുള്ള സർക്കണ്ടേ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ്, കോഫി ഹൗസിലാണ് കേട്ടോ. അന്നേരം ഞങ്ങളന്ന് അവരുടെ ഫാമിലി ഒന്ന് കാണാൻ പോയിട്ട് വരാമെന്ന് എഴുതിയിട്ട് അവിടേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളത് കോഫി ഹൗസിൽ കയറി. അവിടെ ഇരുന്ന് കാശിയാണെങ്കിൽ അക്വേറിയൊക്കെ കണ്ടിട്ട് അവിടെ പോയിന്ന് കുറേ നേരം നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പിസ്സ വാങ്ങിക്കാനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവനൊരു വർക്ക് ചെയ്യുകയും വേണമായിരുന്നു അതിനകത്ത്. അത് വെച്ചൊരു സോളാർ കുക്കർ, പിസ്സയുടെ കവർ വെച്ചൊരു സോളാർ കുക്കർ ഉണ്ടാക്കണം. എന്നാൽ പിന്നെ ഒരു പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ വെച്ച് കഴിക്കാൻ നിന്നില്ല. കാരണം ഇങ്ങ് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിൻ്റെ കവറും വേണമല്ലോ, വീട്ടിൽ വന്ന് കഴിക്കാമെന്ന് കരുതി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് കേരള സ്റ്റോളിലൊക്കെ പോയായിരുന്നു. പിന്നെ ബിലാസ്പൂരിലുള്ള ഒരു മാളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റാം മാഗ്നറ്റ് എന്ന് പറയുന്നൊരു മാളായിരുന്നു. ഏട്ടനാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാനും കാശിയും കൂടെ അവിടെ ഇരുന്ന് കുറച്ച് പിക്ചേഴ്സും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാളിൽ കയറി കേട്ടോ. കയറിയപ്പോൾ വിചാരിച്ച് ചെറിയ മാളാണ്, അല്ലെങ്കിൽ 2 ഫ്ലോറേ ഉള്ളെന്ന് കരുതി. പക്ഷേ ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു മാളാണ് കേട്ടോ. നമ്മൾ ചെല്ലുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. ഏകദേശം ഒരു 5 ഫ്ലോറോളം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മൾ അവിടുന്ന് അങ്ങനെ വലുതായിട്ടൊന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല. എന്നാലും പുതിയ സ്ഥലമല്ലേ, എല്ലാം ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എല്ലാം പോയിരുന്നു. ഇവിടെയും KFCയുടെയും ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. സർക്കണ്ട വരെ പോകേണ്ട കാര്യമില്ലായിരുന്നു. ഇവിടെയും KFCയുടെയും മറ്റേ പിസ്സയുടെയൊക്കെ ഷോറൂം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ എല്ലാം നോക്കി. പിന്നെ എസ്കലേറ്ററിൽ കയറി. എനിക്ക് പണ്ടൊക്കെ എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ തിരിച്ചിറങ്ങുന്നതിൽ നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ കുറച്ച് പേടിയാണ്. അവിടെ ഇവിടെയൊക്കെ പിടിച്ചൊന്ന് വിറച്ച് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മളെ നോക്കുന്നവർക്ക് മനസ്സിലാവും പേടിയാന്നുള്ള കാര്യം. ആ രീതിയിലാണ് തിരിച്ചിറങ്ങി വരുന്നത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. കുറേ നേരം അവിടെയൊക്കെ ഞങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നു. പിന്നെ ഒരു സിനിമ കാണാമെന്ന് കരുതി പോയി നോക്കിയപ്പം കാണാം ഇനി 10:30 സിനിമ. രാത്രി 8:30 ആയായിരുന്നു. അങ്ങനെ അത് എന്നാൽ പിന്നെ ഒരു ദിവസം വരാൻ തുടങ്ങി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേ ആ തൂക്കിയിട്ട മനുഷ്യനെ നോക്കിയിട്ട് ഇതെന്താ സാധനം, കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറേ സലോൺസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ ഒരു വാൾപേപ്പറിൻ്റെ ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാശ്മീർ ഭയങ്കര പിണക്കമായിരുന്നു. ഗോസ്റ്റിൻ്റെ ഒരു ഏരിയ ഇപ്പോൾ കാണിച്ചത്. അവിടെ കയറണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിച്ചില്ല കേട്ടോ. ഇത് വെറുതെ എന്തിനാന്ന് കരുതിയിട്ട്. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാർട്ടൂൺസിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ നിന്ന് ആൾ പിണക്കത്തിലായിരുന്നു. അവിടെ കയറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര പിണക്കത്തിലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം പുഷ് ചെയ്യാനൊന്നും പോയില്ല. ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ടാറ്റു അടിക്കുന്ന സ്ഥലത്ത് നിന്നപ്പോൾ ഞാൻ ഒരു ടാറ്റു അടിക്കട്ടെ ഏട്ടാന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടാണ് കേട്ടോ ഇത് എസ്കലേറ്റർ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ താഴത്ത് നമ്മൾ ഫ്ലോറിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല മേളിലേക്ക് ഫ്ലോർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. ഒരേ സൈഡിൽ കൂടെ അല്ല, ഓരോ ഫ്ലോറിലും ഓരോ ഭാഗത്തു നിന്നാണ് കൊടുത്തേക്കുന്നത് എസ്കലേറ്ററൊക്കെ. പിന്നെ ലിഫ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല കേട്ടോ. അതിന് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ കാശ്മീരിന് ഒരുപാട് നാളായിട്ട് പറഞ്ഞു KFC കഴിക്കണമെന്ന്. ഞാനിത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടായിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഇടാറുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ. കാശിക്ക് പിന്നെ ട്രോളി കിട്ടിക്കഴിഞ്ഞാൽ അതും കൊണ്ട് ഓടുന്നു ചാടുന്നു, കാണുന്നതെല്ലാം ചെയ്യും. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഒരിടത്ത് നിന്നായിരിക്കും സാധനം നോക്കുന്നത്, പക്ഷേ കാശി വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നമ്മൾ അവിടെ പിന്നെ സാധനമൊക്കെ എടുത്തുകൊണ്ട് ഒന്നേ അവനെ തിരഞ്ഞു പിടിച്ച് നടക്കണം, അല്ലെങ്കിൽ അവൻ നിൽക്കുന്നിടത്ത് പോയി ഇടണം. ഇത് തന്നെയായിരുന്നു അവസ്ഥ കേട്ടോ. ചിലപ്പോഴൊക്കെ നമ്മൾ എടുത്തിടുന്ന സാധനങ്ങൾ മാറ്റിയിട്ട് അവൻ അതിൻ്റെ തന്നെ സെയിം വേറെ കമ്പനിയുടെ സാധനങ്ങൾ എടുത്ത് ഇടാറുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ എന്തെങ്കിലും എടുക്കുമ്പോൾ അവൻ അതിൻ്റെ വേറെ പോയി എടുക്കും. ചിലപ്പോഴൊക്കെ ബില്ലടിക്കാൻ നേരത്തായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ഇവൻ ഇതിനകത്ത് വേറെ സാധനങ്ങൾ എടുത്ത് ഇട്ടിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ അപ്പോഴായിരിക്കും കാണുന്നത്. ഞങ്ങൾ കുറേ സാധനത്തിൻ്റെ വിലയൊക്കെ നോക്കി കേട്ടോ. പ്രധാനമായിട്ട് വന്നിട്ട് കുറച്ച് ഗ്രോസറി ഐറ്റംസ് വേണമായിരുന്നു. പിന്നെ കാശിനൊരു വർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ ബില്ല് പേസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ആ ബില്ലിനകത്ത് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ കുട്ടിയും കൊണ്ട് എഴുതിപ്പിച്ചിട്ട് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മാത്സിൻ്റെ വർക്കും ഉണ്ടായിരുന്നു. അന്നേരം എന്താ ശരി, ഓക്കെ, എന്തായാലും ഇവിടെ വരെ വന്നാലും ഇവിടുന്ന് സാധനം വാങ്ങിക്കാമെന്ന് കരുതി കയറി ഒരുപാട് സാധനം ഉണ്ടായിരുന്നു കേട്ടോ. വെജിറ്റബിൾസും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വെജിറ്റബിൾസ് ഒന്നും ഇവിടുന്ന് വാങ്ങിച്ചില്ല. കാരണം നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ്. അവിടെ നമുക്ക് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് അവൈലബിൾ ആണ്. പിന്നെ ക്യാഷും താരതമ്യേന എല്ലാത്തിൻ്റെ വിലയും വളരെ ലോ ആണ്. അതുകൊണ്ട്
ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാൻ നിന്നിട്ടില്ല. മാർക്കറ്റിൽ വരുമല്ലോ, അപ്പോൾ ആവശ്യത്തിന് പോയി എടുക്കാമല്ലോ എന്ന് കരുതി. പിന്നെ എനിക്കൊരു നൈഫ് ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് എല്ലാ സാധനത്തിൻ്റെയൊക്കെ വില നോക്കി കേട്ടോ. പക്ഷേ തിരിച്ചിറങ്ങിയപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. ഞങ്ങൾ ഏകദേശം ഒരു 9 മണിയായപ്പോൾ കയറി, തിരിച്ചിറങ്ങിയപ്പോൾ 10:30 11 ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഗ്രോസറുണ്ട്, അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഡാൻസ് ചെയ്യണം, ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ അവിടെ ഒരു ബിരിയാണി റൈസ് കണ്ടു, ചാർമിനാറിൻ്റെ. അതാണ് എടുത്തിരുന്നത്. ആരെങ്കിലും അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ കുറേ പാത്രങ്ങളുള്ള സെറ്റുണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്ത് നോക്കിയത് ഒരു പാന. പക്ഷേ വില നോക്കിയപ്പോൾ 2145 രൂപ. അവിടെ തിരിച്ച് അതേപോലെ ഞാൻ സേഫായിട്ട് എടുത്തിട്ട് തന്നെ വെച്ചിട്ടുണ്ട്, എടുക്കാൻ നിന്നില്ല. പിന്നെ കുറേ ഡിന്നർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി നോക്കി വായി നോക്കി. എന്തായാലും വന്നതല്ലേ, കട മൊത്തം ഷോപ്പിംഗ് മൊത്തം അവിടെ നിന്ന് ഞങ്ങൾ വായി നോക്കി എടുത്ത്. സോറി കേട്ടോ, വായി നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായി? എൻ്റെ ഒരു വിചാരം ഇത് നമ്മുടെ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ബോർഡാണെന്നാണ് കേട്ടോ. പിന്നെ ഡയറിയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഫോട്ടോ എടുക്കാൻ ഒരു ഫോട്ടോ എടുക്കാനല്ല, പൂ വിൽക്കാൻ വെച്ചേക്കും. അവിടെ നിന്ന് ഞാൻ കുഞ്ഞു ഏട്ടനോടൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോയി. പിന്നെ ആർക്കെങ്കിലും നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.